إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا اتقوا الله عباد الله أوصيكم وإياي بتقوى الله ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ അത് പഠിക്കുക, പഠിപ്പിക്കുക, മനസ്സിലാക്കുക, മനഃപ്പാഠമാക്കുക, നിരന്തരമായി ഓതിക്കൊണ്ടേയിരിക്കുക എന്നതൊക്കെ പുണ്യകർമ്മമാണ്, ഇബാദത്താണ് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അൽഹംദുലില്ലാഹ്. അതേപോലെ ഏറെ പ്രതിഫലാർഹമായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നത് പുണ്യകരമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിലും മുഅ്മിനീങ്ങൾക്കിടയിൽ തർക്കമില്ല. ഇന്ന് ധാരാളം ആളുകൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നവരാണെങ്കിലും പലരും ഇതൊരു പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്, ഇബാദത്താണ് എന്നത് വിസ്മരിക്കുന്നവരാണ്, ഓർക്കാറില്ല. വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നത് ലോകത്തിന്റെ നേതാവായ ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ കാര്യം നിങ്ങൾ ശരിക്കും അടിവരയിടണം. വിശുദ്ധ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഓതുന്നത് കേൾക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്താണ്. നോക്കൂ നിങ്ങള്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് قال لي النبي صلى الله عليه وسلم اقرأ علي. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി കേൾപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറയുകയുണ്ടായി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻസില. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അങ്ങേക്കായിരിക്കെ ഞാൻ അവിടത്തേക്ക് ഓതി തരികയോ എന്നിൽ നിന്ന് ഓതിക്കേൾക്കുകയോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. അതേ, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 5056 നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ ഓതി കേൾക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു എന്ന്. ഇതേ സംഗതി തന്നെ മറ്റൊരു രീതിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നത് കാണാം. ഖാല ലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റു അലയ്യ, നബി എന്നോട് പറഞ്ഞു ഖുർആൻ ഓതി കേൾപ്പിക്കണമെന്ന്. ഖുൽതു യാ റസൂലല്ലാഹ് അഖറഉ അലൈക വഅലൈക ഉൻസില? ഖാല നഅം. നബി അവിടത്തേക്കാണല്ലോ ഖുർആൻ അവതരിച്ചത്, എന്നിട്ട് ഞാൻ അവിടത്തേക്ക് ഓതി തരികയോ? അപ്പൊ നബി പറഞ്ഞു അതെ. ഫഖറഅതു സൂറത്തുൻ നിസാഇ ഹത്താ അതൈതു ഇലാ ഹാദിഹിൽ ആയ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഖാല, അങ്ങനെ ഞാൻ സൂറത്തുൻ നിസാ ഓതി. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത് ഏതാണ്? ആയത്ത് ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ സമുദായത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ കൊണ്ടുവരികയും ഇക്കൂട്ടരുടെ മേൽ അവിടുത്തെ സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന ആയത്തെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഹസ്ബുകൽ ആൻ, മതി, ഇപ്പോൾ മതി, നീ നിർത്ത്. ഫൽതഫത്തു ഇലൈഹി ഫഇദാ ഐനാഹു തദ്രിഫാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറയാൻ അവിടുന്ന് പറയാൻ, ഞാൻ അവിടത്തേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. അവിടുത്തെ 2 കണ്ണുകളും കണ്ണുനീർ ഒഴുക്കുന്നുണ്ടായിരുന്നു. ആ ആയത്ത് കേട്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നോക്കൂ നിങ്ങള്, വിശുദ്ധ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കാൻ ആ ഖുർആൻ അവതരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു എന്നാണ്. മഹാനായ ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉഥൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹറമിലെ പരിശുദ്ധ ഹറമകളിൽ നടക്കുന്ന ദർസുകളിൽ നിന്നുള്ള ഒരു ഭാഗത്ത് കാണാം. അദ്ദേഹം പറയാണ്, മറ്റുള്ളവരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഭക്തി ചിലപ്പോ നമ്മൾ സ്വയം ഓതുമ്പോൾ ലഭിക്കണം എന്നില്ല എന്നാണ്. സ്വാഭാവികമാണ്. കാരണം തജ്വീദ്, അതിന്റെ മഖറജ്, അതിന്റെ തർത്തീൽ, ആ തിലാവത്തിന്റെ ഭംഗി, അതിന്റെ ഗാംഭീര്യം എല്ലാം മറ്റൊരാൾക്ക് നമ്മെക്കാൾ കൂടുതലായിരിക്കാം. അതുപോലെ തന്നെയാണ് ഖുർആനിന്റെ അർത്ഥവും അതിലടങ്ങിയ തത്വങ്ങളും ഹിക്മത്തുകളും രഹസ്യങ്ങളും ഒക്കെ ഗ്രഹിക്കുക എന്നത്. അത് മറ്റൊരാളിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഓതുന്നതിനേക്കാൾ വ്യക്തമായിരിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്. പ്രിയമുള്ളവരെ, മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധനായ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ഖാരിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നതൊരു ഇബാദത്താണ്, ഒരു പുണ്യമാണ് എന്നത് നമ്മൾ പലപ്പോഴും വിസ്മരിക്കരുത്. നിരന്തരമായി ഓർക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി, പ്രസിദ്ധനാണ് അദ്ദേഹം, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഒരു രാത്രി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു, ചെവി കൊടുത്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ റഅയ്തനി വഅന അസ്തമിഉ ലിഖിറാഅതിക البارحة ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 793-ാമത്തെ നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നലെ രാത്രി ഞാൻ താങ്കളുടെ ഓത്ത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത് താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, നബി അദ്ദേഹത്തോട് പറയാൻ, നിങ്ങൾ ഓതിയത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, അതെങ്ങനെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും. എന്നിട്ട് അബൂ മൂസൽ അശ്അരിയുടെ ഒരു പ്രത്യേകത പറയാൻ, തീർച്ചയായും ദാവൂദ് നബിയുടെ ശബ്ദമാധുര്യം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഖുർആൻ ഓതും, നബി മറ്റുള്ളവരുടെ ഖുർആൻ ഓതാൻ ആവശ്യപ്പെടും, മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. അത് അവിടുത്തെ ചര്യയാണ്. അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മുടെയും ചര്യയായിട്ട് അത് മാറണം. എത്രമാത്രം അനുഗ്രഹങ്ങളാണെന്നറിയോ. ഇത് പറഞ്ഞപ്പോ അബൂ മൂസ റളിയല്ലാഹു തആല പറഞ്ഞത് മുസ്ലിമിൽ തന്നെ കാണാം, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും
എന്റെ ഓത്ത് അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നതായി ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനതൊരല്പം കൂടി ഭംഗിയായി ഓദിച്ച് കാണിച്ചു തരുമായിരുന്നു. സുബ്ഹാനക യാ അലീം. ഖുർആൻ ഭംഗിയായി ഓതുക അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അത്ഭുത കഴിവുകളിൽപ്പെട്ടതാകുന്നു അവന്റെ വചനം. അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു. ആ വചനങ്ങൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിനെ സ്വാധീനിക്കുകയും മനസ്സിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. എന്തൊന്നില്ലാത്തൊരു സ്വസ്ഥതയും സമാധാനവും വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് മനുഷ്യർ അനുഭവിക്കുന്നു എന്നതാണ്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകല് പലപ്പോഴും വിശുദ്ധ റമദാനിലെ വിശിഷ്യ രാത്രി നിസ്കാരങ്ങളിൽ ഇമാമിന്റെ ഖിറാഅത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു 99% വരുന്ന ആളുകളിൽ നമുക്ക് കാണാം. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് ജാഗ്രതയോടുകൂടി ഹൃദയം തുറന്നു വെക്കാനാകുന്നു എന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വികാരമാണ്. അള്ളാഹു തആല നമുക്കതിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. തീർച്ചയായിട്ടും അസാധാരണമായൊരു സ്വാധീന ശക്തി വിശുദ്ധ ഖുർആനിനുണ്ട്. നമ്മള് മക്കളെ ഏത് പാട്ട് കേൾക്കുന്നതിനേക്കാളും മനസ്സിന് കുളിർ നൽകുന്നൊരു സ്വാധീനം. നമ്മൾ പഠിക്കണ പുസ്തകങ്ങളിലെ ഏതെങ്കിലും ഒരു അധ്യായം, ഒരുപക്ഷെ ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും ഒരു കവിയത്രിയുടെ കവിതയാകാം, ഒരു പോയമാകാം. അത് വായിക്കുന്നിടത്തും ആ വായിച്ചിട്ട് അധ്യാപകർ അത് വിശദീകരിച്ചിരുന്നിടത്തും ലഭിക്കാത്ത ഒരു മാധുര്യം, ഒരു ഹലാവത്ത് സ്വന്തം ഉപ്പ ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നിടത്ത് മക്കൾക്ക് കിട്ടും. മക്കൾ ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് വാപ്പാക്ക് കിട്ടും. അല്ലാഹു അക്ബർ. എങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവുന്ന വിചാരിക്കണം. ഞാൻ മക്കളോട് പറയണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവുന്ന വിചാരിക്കണം. അള്ളാന്റെ ഖുർആൻ ഓതുന്നിടത്ത് കിട്ടുന്ന ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ലോകത്തൊരു പുസ്തകം വായിച്ചാൽ കിട്ടൂല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതി കേൾക്കുന്നിടത്ത് കിട്ടുന്ന ഒരു മനസ്സുഖം ലോകത്തൊന്നും കേൾക്കുന്നിടത്ത് നിങ്ങൾക്ക് ലഭിക്കൂല. അത് എത്ര പ്രസിദ്ധമായ ഗാനങ്ങളായാലും ശരി. അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെയും അത് കേൾക്കുന്നവരെയും ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്താൻ മാത്രം സ്വാധീന ശക്തി അള്ളാഹുവിന്റെ ഖുർആനിന്റെ സവിശേഷതയാണ്. ഖുർആൻ കേൾക്കുന്നിടത്ത് കരയുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം വരേക്കും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നമുക്ക് അത്തരക്കാരെ കാണാം. അല്ലാഹു തആല പറയാണ് അവന്റെ കിതാബിന്റെ സ്വാധീനത്തെ സംബന്ധിച്ചു. എന്താ റബ്ബ് പറഞ്ഞത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനിനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വാധീന ശക്തി ഉണ്ടാകുന്നു? അല്ലാഹു പറയാണ്, ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാവുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിക്കുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആനിൽ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 21-ാമത്തെ വാചകം. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, നാം എങ്ങാനും ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതത്തിന് എത്ര ശക്തിയും ഉറപ്പും ബലവും ഉണ്ടെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ആ പർവ്വതം വിനയാന്വിതവും താഴ്മയുള്ളതുമായി തീരുന്നത് താങ്കൾക്ക് കാണാമായിരുന്നു എന്നാണ്. ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിക്കപ്പെടുന്നിടത്ത് പർവ്വതത്തിനുണ്ടാകുന്ന മാറ്റം അത്രയാണെങ്കിൽ ആ പർവ്വതത്തെക്കാൾ ഉറച്ച മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം എന്താ, നിങ്ങള് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം സ്വാധീന ശക്തിയുള്ള ഉപദേശങ്ങളും കടുത്ത താക്കീതുകളുമാണ് ഖുർആൻ ഉൾക്കൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങാത്തോണ്ടുള്ള കുഴപ്പമാണ്. കേവലം ബാഹ്യമായ ഒരു വായനക്കപ്പുറത്തേക്ക് അതിന് പുണ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് എന്താ? കേവല വായനക്ക് പുണ്യമുണ്ട്.
എന്നാൽ അതിനപ്പുറത്തേക്ക് ഓതിപ്പോകുന്ന ആയത്തുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് ഇബാദത്ത്? എന്താണ് ഇസ്തിആനത്ത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എന്താണ് വസ്വാസ്? എന്താണ് അൽ ഖന്നാസ്? എന്താണ് അൽ ഖന്നാസ്? എന്താണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്? എന്താണ് ഫലഖ്? ഓതിപ്പോകുന്ന ആയത്തുകൾ പോലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചാൽ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും, ഹൃദയം പടക്കും, തൊണ്ടയിടറും, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്. അതൊരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ. നമ്മളെ നാലിച്ചേക്ക് പർവ്വതം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്, ജീവനില്ലാത്ത ഒന്നാണത്, നിർജീവമായതാണ്. ആ നിർജീവമായ ഒരു വസ്തുവിന്റെ മേൽ അള്ളാഹുവിന്റെ കിതാബ് ഇറങ്ങുന്നിടത്ത് അതിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഏതാണ് വസ്തു? കൊടുങ്കാറ്റിൽ പോലും ഇളകാത്ത പർവ്വതങ്ങളാണ് പേടിച്ച് വിറകൊള്ളുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നത്. അള്ളാന്റെ കിതാബ് പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയാൽ ഒരു നിലക്കും ഇളക്കം തട്ടാത്ത പർവ്വതത്തിന് ഇളക്കം തട്ടുമെന്ന് റബ്ബ് പറയുമ്പോൾ മനുഷ്യരുടെ കാര്യം പിന്നെ എങ്ങനെയാ? എന്റെയും നിങ്ങളുടെ കാര്യം പിന്നെ എങ്ങനെയാ? അറബി ഭാഷ അറിയാത്തവരെ പോലും അറബി ഭാഷ അറിയാത്തവരെ പോലും അതിന്റെ പാരായണം കേൾക്കുന്നിടത്ത് അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നിടത്ത് കണ്ണ് നനയുന്ന, അള്ളാഹുവിന്റെ ബാങ്ക് അദാൻ, നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന അദാൻ, ആ അദാൻ കേൾക്കുന്നിടത്ത് കണ്ണ് നിറയുന്ന ചില വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പം എന്റേതാണ്, കുഴപ്പം നമ്മുടേതാണ്. മാറ്റങ്ങൾ ഉണ്ടാകണം. കുറെ കാലായി നമ്മൾ ഓതണോ? എത്ര കാലായി? അള്ളാന്റെ കിതാബിന്റെ ഒരു അറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ഓതാറില്ലേ? നമുക്കങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാറുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടാകണം എന്നാണ് പറയുന്നത്. മഹാനായ ഖൈൽ عن ابن شهاب قال أخبرني عروة بن الزبير أن عائشة زوج النبي صلى الله عليه وسلم قالت നമ്മുടെ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹ ലം അവർ പറയാൻ قالت لم أعقل أبوي إلا وهما يدينان الدين. എനിക്ക് ബുദ്ധി ഉറച്ചത് മുതൽ ഇസ്ലാം മതം, ദീനുൽ ഇസ്ലാം അനുഷ്ഠിക്കുന്നവരായിട്ടല്ലാതെ എന്റെ ഉമ്മയും ബാപ്പയും ഞാൻ കണ്ടിട്ടില്ല. ആരാണ് ആയിഷ ബീവിയുടെ ഉമ്മയും ബാപ്പയും? മഹാനായ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ഉമ്മു റുമ്മാൻ റളിയല്ലാഹു തആല അൻഹും കുല്ലിഹിം അജ്മഈൻ. അവരെ കുറിച്ച് പറയാൻ എന്നിട്ട് ആയിഷ ബീവി പറയാൻ വലം യമുറ അലൈനാ യൗമുൻ ഇല്ലാ യഅതീന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം طرفي النهار بكرة وعشيا. എല്ലാ പകലിന്റെയും രണ്ടറ്റമായ കാലത്തും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ثم بدا لأبي بكر فابتنى مسجدا بفناء داره فكان يصلي فيه ويقرأ القرآن. പിന്നീട് അനന്തരം അല്ലെങ്കിൽ ശേഷം വീടിന്റെ മുറ്റത്തൊരു പള്ളി നിർമ്മിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തീരുമാനിച്ചു. അദ്ദേഹം ഖുർആൻ ഉറക്കെ ഓതിക്കൊണ്ട് ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കും. ഫയഖിഫു അലൈഹി നിസാഉൽ മുശ്രികീന വഅബ്നാഉഹും യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി. ഈ ഖുർആൻ ഓതി ആ പള്ളിയിൽ നിസ്കരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ഖിറാഅത്തിൽ ആകർഷിച്ചുകൊണ്ടും മുശ്രിക്കത്തുകളായ സ്ത്രീകളും കുട്ടികളും ആ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടും, അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടും. വകാന അബൂബക്കറിൻ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ പ്രത്യേകത പറയണം. ഉമ്മ, അവരുടെ മകളായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി പറയാണ് വകാന അബൂബക്കറിൻ റജുലുൻ ബക്കാഅൻ ലാ യംലികു ഐനൈഹി ഇല്ലാ ഖറഅൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോൾ തന്റെ രണ്ട് കണ്ണുകളെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ കൂടുതൽ കരയുന്ന പ്രകൃതിയായിരുന്നു മഹാനായ അബൂബക്കറിന്റേത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഫഅഫ്സഅ ദാലിക അശ്റാഫ ഖുറൈശ് മിനൽ മുശ്രികീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ ഈ ഖിറാഅത്ത്, കണ്ണ് നിറഞ്ഞ ഖിറാഅത്ത്, കരച്ചിലുള്ള ഖിറാഅത്ത്, ഈ ഖിറാഅത്ത് കേട്ടിട്ട് ആകർഷിക്കുന്ന മുശ്രിക്കത്തുകളായ സ്ത്രീകളും മുശ്രിക്കുകളായ ആളുകളുടെ മക്കളും, ഇത്
മുശ്രിക്കുകളായ ഖുറൈശി നേതാക്കന്മാർക്ക് ഇത് പരിഭ്രമം ഉണ്ടാക്കി, അവർക്ക് പരിഭ്രാന്തി ഉണ്ടാക്കി. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ആകൃഷ്ടരായി കടന്നു വന്ന സ്ത്രീകളും കുട്ടികളും അവരുടെ ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കി എന്ന് നമ്മുടെ ഉമ്മുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ സഹീഹുൽ ബുഖാരിയിൽ 476 നമ്പർ ഹദീസാണ്. മുശ്രിക്കിന്റെ പോലും മനസ്സിനെ ഇളക്കി മറിച്ച് വിശുദ്ധ ഖുർആൻ. മുസ്ലിമേ, എന്റെ നിങ്ങളുടെയും മനസ്സിനെയോ, എന്റെയും നിങ്ങളുടെയും മനസ്സിനെയോ പൂർവികർ കരഞ്ഞ ആയത്തിലൂടെ കരഞ്ഞ് കടന്നു പോകുന്നിടത്ത് കരയാൻ, പൂർവികർ ഭയപ്പെട്ട ആയത്തിലൂടെ ഓതി പോകുന്നിടത്ത് ഭയപ്പെടാൻ, പൂർവികർ സുജൂദ് ചെയ്ത ആയത്തിലൂടെ കടന്നു പോകുന്നിടത്ത് സുജൂദ് ചെയ്യാൻ, പൂർവികർ ബോധരഹിതരായി വീണ് ആയത്തിലൂടെ ഓടിപ്പോകുന്നിടത്ത് ഓതി പോകുന്നിടത്ത് ഭയരഹിതരാകാൻ, ഭയമുള്ളവരാകാൻ നമുക്ക് സാധിച്ചോ? നമുക്ക് സാധിച്ചോ? സാധിക്കണം പറയുള്ളൂ. അല്ലാഹുവിന്റെ കിതാബിന്റെ വല്ലാത്തൊരു ഇജാസ്, അതിന്റെ മാസ്മരികത, അതിന്റെ സ്വാധീനം, അത് അത്ഭുതമാണ്. അപ്പൊ നമ്മളെ മുന്നിരിക്കുന്ന മക്കളോട് അവർക്ക് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കിയ ദീനിൽ അവരെ സ്വാധീനിച്ച പല വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പലതും പറയാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഈ ഇരിക്കണ മുഴുവൻ മക്കളും അള്ളാഹിന്റെ ഖുർആൻ കേൾക്കുന്നിടത്ത് അതിലേറെ വലിയൊരു സ്വാധീനം അവരുടെ മനസ്സിലുണ്ടായി എന്നവർ പറഞ്ഞാൽ, പ്രിയമുള്ളവര്, അതല്ലേ ഏറ്റവും ഹൈറായത്, അതല്ലേ? അതുകൊണ്ട് പാരായണത്തിന് വലിയ ശക്തിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇനി നോക്കൂ നിങ്ങൾ, സത്യനിഷേധികളായവർ, കാഫിറുകൾ പോലും അത്തരം ആളുകൾക്കിടയിൽ നിന്ന് അകന്നു നിൽക്കുകയും വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഓടി അകലുകയും ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ അവരെല്ലാം വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുമായിരുന്നു. നിങ്ങൾ കൂക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യണം ഈ ഖുർആൻ ഓതുന്നിടത്ത് എന്ന് പറഞ്ഞ ആയത്തുകൾ അല്ലാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പരിചയമുള്ള ആയത്താണ്. ഈ ഒരു പ്രതിഭാസം മനുഷ്യ മനസ്സുകളെ വിറകൊള്ളിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആൻ, ശരിക്കും വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന ഒരാളെയും സ്വാധീനിക്കാതെ പോയിട്ടില്ല. നമ്മുടെ അസ്ഥികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അസാധാരണമായ വിറയൽ, അത് നമ്മുടെ അവയവങ്ങളെയോ മനസ്സിനെയോ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് അതിനെല്ലാം അപ്പുറമാണ് അതിന്റെ സ്വാധീനം. നോക്കൂ നിങ്ങള്, വിശുദ്ധ ഖുർആൻ നമ്മെ ഭൂമിയിൽ വിനീതരാക്കി തീർക്കും. അള്ളാന്റെ കിതാബ് കേട്ട് ജീവിക്കുന്ന ഒരാളുടെ വിനയാവസ്ഥ റബ്ബിന്റെ ഖുർആനിൽ കാണാം. ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു, പറയുക നബി, നിങ്ങളിതിൽ ഖുർആനിൽ വിശ്വസിച്ചു കൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, തീർച്ചയായും ഇതിനു മുമ്പ്, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ജ്ഞാനം നൽകപ്പെട്ടവരാരോ, കിതാബ് ഇൽമ കിട്ടിയവരാരോ, അവർക്ക് ഈ ഖുർആൻ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നവരായി മുഖം കുത്തി വീഴുന്നാണ്. മുഖം കുത്തി വീഴുന്ന നിലത്തവര് സുജൂദിലായിട്ട് വീഴുന്നാണ്. എന്താ ഈ പറയണത്? മുമ്പ് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച തൗറാത്ത്, സബൂർ, അതുപോലെ ഇഞ്ചീൽ, ഇതൊക്കെ വായിച്ച ആളുകൾ, അള്ളാഹുവിന്റെ സന്ദേശം എന്താണ്, വഹി എന്താണ്, നുബുവത്ത് എന്താണ്, റിസാലത്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്തവർ, അവർക്ക് നബിയെ ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അതായത് വേദത്തിന്റെ അഹലുകാർക്ക് ഈ ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിനോടുള്ള ശുക്റായിക്കൊണ്ട്, നന്ദിയായിക്കൊണ്ട് അവർ തങ്ങളുടെ മുഖങ്ങളിൽ സുജൂദിലായി, സാഷ്ടാംഗത്തിലായി വീഴുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മുൻകാലക്കാരെ സംബന്ധിച്ചുള്ള പറയാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നല്ലദീന ഊതുൽ ഇൽമ, അതായത് ജ്ഞാനം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞല്ലോ. വഫീഹിം സലാസത്തു അഖ്വാലിൻ, മുഫസ്സിറുകൾ പറയുന്നു ഇവരെ കുറിച്ച് 3 അഭിപ്രായങ്ങൾ കാണാം. അഹദുഹ, ഒന്നാമത്തത്, അന്നഹും നാസുൻ മിൻ അഹ്ലിൽ കിതാബ്, ഖാലഹു മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യൻ അവിടുന്ന് പറയാൻ, എന്ത്, ഇത് അഹ്ലു കിതാബിൽപ്പെട്ട ജനങ്ങളാണ്, വേദക്കാരാണെന്ന്. രണ്ടാമത്തത് അഭിപ്രായം, അന്നഹുമുൽ അംബിയാഉ അലൈഹിസ്സലാം, അവന് ചർച്ചല്ല, അമ്പിയാക്കളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത്, അതിൽ നമ്മൾ ഉൾപ്പെടണം ഇൻഷാ അല്ലാഹ്, തുല്ലാബുദ്ദീൻ, ദീനിന്റെ പഠിതാക്കളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം, തുല്ലാബുദ്ദീൻ. എന്നിട്ട് അന്നത്തെ ഒരു ഉദാഹരണം പറയണം, അബൂദറിനെ പോലെ, സൽമാൻ അൽ ഫാരിസിയെ പോലെ, വറഖത്ത് ബിൻ നൗഫലിൻ
വറഖത്ത് ബിൻ നൗഫൽ പോലെ, വസൈദ് ബിൻ അംറിൻ റളിയല്ലാഹു തആല അൻഹും കുല്ലിഹിം അജ്മഈൻ, അവരെ പോലുള്ള ദീനി പഠിതാക്കളാണെന്നാണ്. ഖുർആൻ പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന, ശറഅ് പഠിക്കുന്ന ആളുകൾ അവര് ഈ ഖുർആനിന്റെ സ്വാധീനത്താൽ വലയം ചെയ്യപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ കിതാബിന്റെ സ്വാധീനം ശക്തമാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു സംഗതി കൂടി പറയാം. ഈ സംഭവം ഞാൻ പറയാൻ പോണ സംഭവം കറക്റ്റ് 1 വർഷം മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേ മിമ്പർമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യ 1 വർഷം മുമ്പ്. എന്താണെന്നറിയോ? മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു തആല അവിടുന്ന് പറയാം, അദ്ദേഹം ആദ്യം ദീന സ്വീകരിക്കാത്ത മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. അദ്ദേഹത്തെ യുദ്ധ തടവുകാരനായി പിടിച്ചുകൊണ്ടുവന്നു. മസ്ജിദ് നബവിയുടെ ചാരത്തുള്ള ഒരു മരത്തിലോ ഈത്തപ്പന മരത്തിലോ മറ്റോ കെട്ടിയിട്ടു. അദ്ദേഹം പറയാണ്, സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂർ, വത്തൂർ എന്ന് പറഞ്ഞ സൂറത്ത് തൂർ എന്ന അധ്യായം ഓതുന്നത് ഞാൻ കേൾക്കേണ്ടായി. ഫലമ്മ ബലഗ ഹാദിഹിൽ ആയ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. അതല്ല, അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അതല്ല, അവരുടെ പക്കലാണോ നിന്റെ റബ്ബിന്റെ ഖജനാവുകൾ? അതല്ല, അവരാണോ അധികാരം നടത്തുന്നവർ എന്ന ഫലമ്മ ബലഗ ഹാദിഹിൽ ആയത, ആ ആയത്തിലെത്തിയപ്പോ കാദ ഖൽബി അൻ യതീർന, എന്റെ ഖൽബ് പാറിപ്പറക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹ് ഉദ്ധരിക്കുന്നത് അതേ ജുബൈർ ബിൻ മുത്ഇമിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ അന്ന് ദീന് സ്വീകരിച്ചിട്ടില്ലാതിരുന്ന ജുബൈർ ബിൻ മുത്ഇമിന് പോലും റളിയല്ലാഹു തആല പ്രത്യേകമായ ഒരു അനുഭൂതി മനസ്സിലുണ്ടാക്കി. അദ്ദേഹത്തെ കെട്ടിയിടപ്പെട്ടിടത്ത് നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിടത്തേക്ക് വരാൻ പര്യാപ്തമായത് അല്ലാഹുവിന്റെ കിതാബിലെ വചനങ്ങളാണ്, വരികളാണ്. ഇതേ തൂർ, ഈ സൂറത്ത് തൂർ എത്ര തവണ നമ്മൾ ഓതിപ്പോയി, എത്ര തവണ നമ്മൾ ഓതിപ്പോയി. എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഖൽബിനകത്തുണ്ടായോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ നഊദു ബില്ലാഹ് മഅദല്ലാഹ് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഖുർആൻ കേൾക്കുന്നിടത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വല്ലാത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നതാ പ്രിയമുള്ളവരെ, ഈ ഖുർആൻ റബ്ബിങ്കൽ നിന്നാണ്. ഈ മാറ്റങ്ങളൊക്കെ കാണുന്നിടത്ത് നമുക്ക് പറയാൻ പറ്റും അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹുവിങ്കൽ നിന്നാണ് എന്നതിന്റെ വ്യക്തമായ അടയാളമാണത്. കാരണം അറിയോ, അള്ളാഹിന്റെ കിതാബിന്റെ ഒരു വസഫ്, അതിന്റെ ഒരു വിശേഷണം അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ആ ഖുർആൻ കേട്ടാൽ ഉണ്ടാക്കണ മെച്ചെന്താണ്? എന്താ മെച്ചം? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു ആണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ. എന്താണ് ആ ഖുർആന്റെ പ്രത്യേകത? വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതാണ്, ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ളതുമായ ഒരു ഗ്രന്ഥമാണ്. തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ, ആ ഖുർആന്റെ പ്രത്യേകത എന്തറിയോ? ആ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ, തൊലികൾ, അത് നിമിത്തം രോമാഞ്ചമണിയുന്നതാണ്. ഖുർആൻ കേൾക്കുന്നിടത്ത് അവർക്കുണ്ടാകുന്ന ഒരു മാറ്റാണ്. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവെ സ്മരിക്കുന്നതിനായി വിനീതമാകുകയും ചെയ്യുന്നു. അതത്രേ അള്ളാഹുവിന്റെ മാർഗദർശനം എന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ശൻഖീതി റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ മുഫസ്സിറാണ്. അദ്ദേഹം പറയാണ്, ഖൗലുഹു തആല കിതാബൻ മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ള ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായമുണ്ട്. അഹദുഹുമ, ഒന്നാമത്തെ അഭിപ്രായം അൻ ബഅദഹു യുശ്ബിഹു ബഅദൻ ഫിൽ ആയി വൽ ഹുറൂഫ്, അവയിൽ ചിലത് വാക്യങ്ങളിലും ആയത്തുകളിലും അക്ഷരങ്ങളിലും മറ്റുള്ളവയോട് സാമ്യമുള്ളതാണ്. ഫൽ ആയതു തുശ്ബിഹുൽ ആയ വൽ കലിമതു തുശ്ബിഹുൽ കലിമ വൽ ഹർഫു യുശ്ബിഹുൽ ഹർഫ്, ഒരു വാക്ക്
ഒരായത്ത് മറ്റൊരായത്തുമായി സാമ്യമുള്ളതാണ്. ഒരു ഹർഫ് അഥവാ ഒരു വാക്ക് മറ്റൊരു വാക്കിനോട്, ഹർഫിനോട്, അക്ഷരത്തോട് സാമ്യമുള്ളതാണ്. ഒരു കലിമത്തിനോട് സാമ്യതയുള്ളതാണ്. ഒരു ഹർഫ് മറ്റൊരു ഹർഫിനോട് സാമ്യതയുള്ളതാണ്. അപ്പോ അക്ഷരത്തിൽ സാമ്യതയുള്ള, വാക്യത്തിൽ സാമ്യതയുള്ള, ആശയത്തിൽ സാമ്യതയുള്ള. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി പറഞ്ഞത് മഥാനി എന്ന്. മഥാനി എന്ന് പറഞ്ഞെന്തറിയോ? ആവർത്തിച്ചു വരുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതുന്നിടത്ത് ധാരാളം ആയത്തുകളുടെ ആശയങ്ങൾ കാണാം, സാമ്യതയുള്ളത്. ആയത്തുകൾ തന്നെ ആവർത്തിക്കുന്നത് കാണാം, അക്ഷരങ്ങൾ എമ്പാടും ആവർത്തിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് കിതാബൻ മുതശാബിഹൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. വഥാനി, രണ്ടാമത്തത് അന്ന ബഅലഹു യുസദ്ദിഖു ബഅലൻ, അവയിൽ ചിലത് മറ്റുള്ളവയെ സത്യപ്പെടുത്തുന്നു. ഫലൈസ ഫീഹി ഇഖ്തിലാഫുൻ വലാ തനാഖുദുൻ, അതിനാൽ അവ തമ്മിൽ, ഈ ആയത്ത് മറ്റൊരായത്തുമായി യാതൊരു വൈരുദ്ധ്യമോ ഒരു വ്യത്യാസമോ ഇല്ല. ഇതാണ് കിതാബൻ മുതശാബിഹൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്രത്തോളം മനസ്സിനെ സ്വാധീനിക്കുന്ന, പെട്ടെന്ന് ഹിഫ്ളാക്കാൻ സഹായകമാകുന്ന, ഒരു വാക്ക് കേൾക്കുന്നിടത്ത് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്തുള്ള അസ്വസ്ഥതകൾ പരിഹരിക്കുന്ന. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് അത് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. അല്ലാഹു അക്ബർ. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആൻ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്കുള്ള ശിഫയാണ്, കേവലം മാനസികം മാത്രമല്ല. 2 സൂറത്തിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? തക്ഫീക മിൻ കുല്ലി ഷൈ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. തക്ഫീക മിൻ കുല്ലി ഷൈ, നിന്റെ എല്ലാ കാര്യത്തിനും നിനക്ക് മതിയാകുന്നതാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ പാരായണം ചെയ്യുന്ന കേൾക്കുകയും വേണം. നമ്മളെ ചർച്ച കേൾക്കുന്നതിനെ കുറിച്ച്. ഖുർആൻ ഓതണം, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു. ഓതൽ മാത്രമല്ല, ഓതുന്നത് കേൾക്കണം. ഇന്ന് ഖുർആൻ ഓതി കേൾക്കുന്നതിനുള്ള ധാരാളം സാഹചര്യങ്ങളുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. മനോഹരമായ രീതിയിൽ അതിന്റെ മആനി ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ, അതിന്റെ തർത്തീലോടുകൂടി ഏറ്റവും സുന്ദരമായ രീതിയിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന ഖാരികളുടെ, പ്രസിദ്ധരായ അഹ്ലുസുന്നയുടെ ഖാരികളുടെ പോലും ആ ഓഡിയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ നമ്മുടെ ഫോണിലും മറ്റു മീഡിയകളിലുമൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന, കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു കാലത്ത് ജീവിക്കുന്നു എന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാം കേൾക്കുന്നവരാകണം. ഇങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അത് നമ്മൾ ഓതി കേൾക്കുന്നിടത്തായാലും, നമ്മുടെ മക്കൾ ഓതുന്നു നമ്മൾ കേൾക്കുന്നിടത്തായാലും, ഉമ്മയും ബാപ്പിയും ഓതുന്നു നമ്മൾ കേൾക്കുന്നിടത്തായാലും, മനോഹരമായ ശരിയായ തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഒരു ഓത്തുകാരൻ ഓതുന്നത് കേൾക്കുന്നിടത്താണെങ്കിലും അത് കേൾക്കുന്നിടത്ത് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുമെന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത്. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ റഹ്മത്ത്. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശാരീരിക ആൾക്കാരൊക്കെ ഒന്ന് വിട്ടിരുന്നാൽ തന്നെ പകുതി പറയുന്ന കാര്യം കേൾക്കാൻ പറ്റും. ഇതെന്താ വെച്ചാല് ഖുതുബക്ക് വരുന്നത് 12:45. എന്നിട്ട് ഇരുന്നിട്ട് ഒരു 30-35 മിനിറ്റിന്റെ ഇടയിൽ ഒരു 25 മിനിറ്റ് ഉറങ്ങാം എന്ന നിയ്യത്തിൽ മാത്രം വന്നിരുന്ന നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. അതെ, ഞാൻ തുറന്നാണ് പറയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്ന മറ്റ് പല പള്ളിയുണ്ട്, അങ്ങോട്ട് പോകാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. ശരിക്കും ഇരുന്നാണ് കേൾക്കുക. എന്താ നമുക്ക് വേറെ പണി? ഇന്നാണ് തീർന്ന ഖബറിലേക്കാണ് കൊണ്ടുവച്ച എന്താ പണി? ഒരു പണിയില്ല. നിങ്ങൾ വിചാരിക്കണ്ടോ അതൊക്കെ പൂർത്തിയാവും? നിങ്ങൾ വിചാരിക്കണ കോഴ്സൊക്കെ പൂർത്തിയാക്കാൻ പറ്റും? നിങ്ങൾ വിചാരിക്കണ പദ്ധതികളൊക്കെ പൂർത്തിയാവും? ഇല്ല പ്രിയമുള്ളവർ, അതിനിടയിലാണ് മരണം വരിക. അതിനിടയിലാണ് മരണം വരിക. ഹത്താ അത്താനൽ യഖീനൊക്കെ പറഞ്ഞില്ലേ, മരണം കടന്നു വരും ഏത് നിമിഷവും. അതുകൊണ്ട്
ഇപ്പൊ നന്നാക്കാൻ പറ്റണം, ഇപ്പൊ നന്നാക്കാം, പിന്നത്തേക്ക് മാറ്റുക, നാളെ ശരിയാക്കാം, മറ്റന്നാൾ ശരിയാക്കാം. ഇല്ല, ദീനിന്റെ കാര്യത്തിൽ ശരിയാക്കേണ്ടത് അപ്പൊ ശരിയാക്കണം. ദുനിയാവിൽ മാത്രം നമുക്ക് വേണ്ടി നാളെ മറ്റന്നൊക്കാക്കാം. കാരണം എന്തറിയോ, ദുനിയാവ് കിട്ടിയാ കിട്ടി, പോയാ പോയി. ആഖിറ അങ്ങനെയല്ല, അത് നിർബന്ധമായി ലഭിക്കണം എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നിടത്ത് പോലുള്ള മെച്ചന്തരങ്ങൾ അള്ളാഹു തആല പറയാണ്, وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. ഖുർആൻ ഓതുന്നത്, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, ഓതുന്നത് കേട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. പിന്നെയോ നിശബ്ദത പാലിക്കണം. ഖുർആൻ ഓതുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, മറ്റു സംസാരങ്ങളൊന്നും പറ്റും. എന്നാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായം സൂറത്ത് അറാഫ് 204-ാമത്തെ ആയത്ത്. സാധാരണഗതിയിൽ നമ്മൾ ആൾക്കാർ ചെയ്യണ പണി എന്താ വെച്ചാൽ, എവിടെയൊക്കെ യാത്ര പോകുമ്പോൾ ഖുർആൻ വെക്കും, എന്നിട്ട് ഖുർആൻ അതിന്റെ വഴിക്ക് അങ്ങനെ പോണ്ടാവും, നമ്മൾ സംസാരമായിട്ട് വേറെ വഴിക്കും പോണ്ടാവും. ഒരിക്കലും പാടില്ല, അത് അദബാണ്, അദബ് കേടാണ്, അതൊരു മോശമായ സ്വഭാവമാണ്. അതേപോലെ കാണാം ചില മജ്ലിസുകൾ, ഇൽമിന്റെ മജ്ലിസുകളൊക്കെ നാട്ടുപുറത്ത്, അവിടെ ഇങ്ങനെ കേൾക്കണം, എവിടെയോ ഒരു പ്രഭാഷണ പരമ്പര ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം മാത്രമായിട്ട് ഖുർആൻ മാറി. ആർക്കും ഇത് വേണ്ട, ആരും ഇത് കേൾക്കണില്ല, ആൾക്കാർ മുഴുവൻ വർത്താനത്തിലാണ്. അങ്ങനെ നിങ്ങൾ ഖുർആൻ ഒരിക്കലും അപമാനിക്കരുത്. കേൾക്കാൻ വേണ്ടിയിരിക്കണം, കേൾക്കാൻ വേണ്ടിയിരിക്കണം. എന്താ മെച്ചം എന്നറിയോ? മെച്ചതാണ് അള്ളാന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, മറ്റെന്തെങ്കിലും കേൾക്കുന്ന ലാഘവത്തോടെ കേൾക്കരുത്. ഞങ്ങളോട് തുറന്നു വരട്ടെ, സ്വന്തം മക്കളെ സംസാരത്തിന് എത്ര കുളിരുണ്ട്, അതിലേറെ കുളിരുണ്ട് അള്ളാന്റെ സംസാരത്തിന്. സ്വന്തം പ്രിയപ്പെട്ടവളുടെ സംസാരം എത്ര മാധുര്യമുള്ളതാണ് ഒരു ഭർത്താവിന്, ഒരു ഭാര്യക്ക്, അതിലേറെ കുളിരുണ്ട് ആ പെണ്ണിനെ, ആ ഇണയെ എനിക്ക് തന്ന എന്റെ റബ്ബിന്റെ സംസാരത്തിന്. അതിന്റെ ഗൗരവത്തിൽ നമ്മൾ കേൾക്കണം. അല്ലാഹു അക്ബർ. അള്ളാന്റെ ഖുർആൻ, ആ അള്ളാന്റെ ഖുർആനിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل. സൂറത്ത് താരിഖിൽ കാണാം, ആവർത്തിച്ച് മഴ പെയ്യിക്കുന്ന ആകാശത്തെ കൊണ്ടും സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെ കൊണ്ടും സത്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ റബ്ബ് പറയാണ്, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, തീർച്ചയായിട്ടും ഇത് ഖുർആൻ, ഇത് നിർണായകമായ ഒരു വാക്കാകുന്നു. വമാ ഹുവ ബിൽ ഹസൽ, ഇത് തമാശയല്ല. നീ ഖുർആൻ വെച്ചിട്ട് വേറെ വർത്താനം പറയാൻ, ഇത് തമാശയല്ല. നിന്റെ ഭാര്യയോടുള്ള വർത്താനല്ല, നിന്റെ ബാപ്പനോടുള്ള വർത്താനല്ല, ഇത് റബ്ബ് നിന്നോട് സംസാരിക്കുന്നതാണ്. വമാ ഹുവ ബിൽ ഹസൽ, അല്ലാഹുവിന്റെ ഖുർആൻ അത് തമാശയല്ല, അതിനൊരു വഖാറുണ്ട്, ഗാംഭീര്യമുണ്ട്. വമാ ഹുവ ബിൽ ഹസൽ, ഇത് തമാശയല്ല, ബിൽ ലഅബി വൽ ബാത്തിൽ, ഇത് തമാശയോ നിരർത്ഥകമായതോ അല്ല, മറിച്ച് യാഥാർത്ഥ്യവും സത്യവുമാകുന്നു. ആ ഹക്ക് കേൾക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന പ്രയോജനങ്ങളൊക്കെ നേടിയെടുക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.